പുരയിടത്തിലേക്ക് തേക്കിൻ ചില്ല മുറിച്ചിട്ടതിൻ്റെ പേരിൽ അയൽവാസിയായ ദളിത് യുവാവിനെ വീടുകയറി വെട്ടിക്കൊലപ്പെടുത്തിയ അച്ഛനും മകനും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷയും. കുന്നിക്കോട് പച്ചിലവളവ് കടുവാൻകോട് വീട്ടിൽ 35 വയസ്സുകാരനായ അനിൽകുമാർ കൊല്ലപ്പെട്ട കേസിൽ ആൽഫി ഭവനിൽ സലാഹുദ്ദീൻ, മകൻ ദമീജ് എന്നിവർക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2022 സെപ്റ്റംബർ 17-നായിരുന്നു സംഭവം നടന്നത്. അനിൽകുമാറിന്റെ പുരയിടത്തിലെ തേക്കുമരത്തിന്റെ ചില്ല മുറിച്ചത് അയൽപുരയിടത്തിൽ വീണതിനെ ചൊല്ലി 3 ദിവസം മുൻപ് തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു. ആദ്യ ദിവസം അയൽവാസികളുമായി തർക്കമുണ്ടായപ്പോൾ അനിൽകുമാറിന് മർദ്ദനമേൽക്കുകയും തലക്ക് അടിയേറ്റ് മുറിവുണ്ടാവുകയും ചെയ്തിരുന്നു. പരാതിയുമായി കുന്നിക്കോട് സ്റ്റേഷനിലെത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ ഗൗരവമായി കണ്ടില്ല. അന്ന് കേസെടുത്തിരുന്നുവെങ്കിൽ കൊലപാതകത്തോളം സംഭവങ്ങൾ നീളില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് 17-ാം തീയതി പുലർച്ചെ 2-ഓടെ പ്രതികൾ കൊലപാതകം നടത്തിയത്. വീട്ടിൽ വന്ന് മുട്ടി വിളിക്കുന്നത് കേട്ട് വാതിൽ തുറന്ന അനിൽകുമാറിന്റെ മുഖത്തും തലയിലും ഗുരുതരമായി വെട്ടുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ദേഹമാസകലം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അനിൽകുമാറിനെ കൊലപ്പെടുത്തിയ അക്രമികൾ കാട്ടുകമ്പുകൊണ്ട് കുത്തിയാണ് ഇത്തിരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടോ എന്ന് നോക്കിയത്. 48 മുറിവുകളാണ് അനിൽകുമാറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. 2 എണ്ണം 3 ദിവസം മുൻപ് ഇതേ അക്രമികൾ തലയിലടിച്ചുണ്ടാക്കിയ മുറിവാണ്. കൊട്ടാരക്കര പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ആർ ജയകൃഷ്ണനാണ് വിധി പറഞ്ഞത്. കൃത്യത്തിന് ശേഷം ഒളിവിലായിരുന്ന ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പണം ഞങ്ങൾ തരും. കുന്നിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊട്ടാരക്കര ഡിവൈഎസ്പി ആയിരുന്ന GD വിജയകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രതികൾക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ലെന്ന സവിശേഷതയുമുണ്ട്. ദിവസക്കൂലി തൊഴിലാളിയായിരുന്ന അനിൽകുമാർ വൃദ്ധയായ അമ്മയ്ക്കും പക്ഷാഘാത ബാധിതനായി കിടപ്പിലായ അച്ഛനും ഒപ്പമായിരുന്നു താമസം. ദൃക്സാക്ഷിയായി അമ്മ ലക്ഷ്മി മാത്രമുണ്ടായിരുന്ന കേസിൽ 24 സാക്ഷികളെ വിസ്തരിച്ച പ്രോസിക്യൂഷൻ 46 തെളിവുകളും ഹാജരാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമം 449, 302, 34 വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. പിഴത്തുക കൊല്ലപ്പെട്ട അനിൽകുമാറിന്റെ അമ്മക്ക് നൽകണം. നഷ്ടപരിഹാരത്തിനും ഇവർക്ക് അർഹതയുണ്ടെന്ന് കോടതി പറഞ്ഞു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ GS സന്തോഷ് കുമാർ, അഭിഭാഷകരായ ജോമോൻ, ശ്രീജിത്ത്, ബൈജു എന്നിവരും ഹാജരായി.